പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്തിന്റെ അൾത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഇന്ന് ആശുപത്രി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. കൊടുക്കാവുന്നും കിട്ടാവുന്നും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട്. അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് മാറല്ലേന്നായിരിക്കും. കർത്താവെ, നീ കൂടെ പോണേ, നിന്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഡ്മിഷന് പോകുന്നവർ, അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ, അഡ്മിഷന് വേണ്ടി കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരിക്കുന്നത്, ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിരിക്കുന്നവർ, അവർക്ക് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു ചെറിയ കോമാട് തെറ്റിൽ കോമ്പറ്റീഷൻ ബേസിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ തള്ളിപ്പോകുന്ന അവസ്ഥയിൽ അവരുടെ പരാധീനതകൾ നീ തന്നെ കർത്താവെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഥവാ ചില ആൾക്കാർ എഴുതിപ്പോയല്ലോ, തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് എഴുതിപ്പോയ പരീക്ഷയും സെൻഡായ ആപ്ലിക്കേഷൻസും അതിൻ്റെ അകത്ത് തെറ്റായാലോ ഇന്ന കാര്യം ചേർത്തില്ലല്ലോ, കർത്താവ് അത് ശ്രദ്ധിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, മനുഷ്യൻ്റെ ബലഹീനതകളെ ഒരു മരക്കുരിശ് മുൾക്കിടെ ഏറ്റെടുത്തവനെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ വഹിച്ചതെന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള ഓർമ്മപ്പശുകൾ ചെയ്യാനുള്ള കഴിവുകേടുകൾ കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് ഏറ്റെടുത്തുകൊണ്ട് അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശടയാളത്തിൽ നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ താമസം, നിൻ്റെ ഭക്ഷണം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സംഭാഷണം, നിൻ്റെ ക്രയവിക്രയങ്ങൾ, നിൻ്റെ ജീവിത മാർഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ, നിൻ്റെ ഉദ്യമങ്ങൾ, ഉദ്ദേശ്യങ്ങൾ എല്ലാം ഈശോയുടെ നാമത്തിൽ ഫലമണിയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വസ്വരം നീക്കുവാമേ. അതായത് ഈ ആദ്യകാലങ്ങളിൽ ദൈവവചനത്തിന് വിളിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമാണ്. പക്ഷെ ഉടമ്പടി ഗ്രന്ഥം തുറക്കുമ്പോൾ
അതെന്തിനാണ് ജനത്തിന് അറിയാം. അത് വായിച്ച് കേൾക്കാനല്ല, ശരിക്കും പറഞ്ഞാൽ എന്തിനാണ്? അത് നടപ്പിൽ വരുത്താനാണ്. പുറപ്പാട് 24:7. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ, അതായത് ഈ വചനത്തിന് പേരുണ്ടായിരുന്നു ആദ്യം ബൈബിളെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ പേര് അതല്ലായിരുന്നു. എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എന്ന്. ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. അതാണ് ഉടമ്പടി. കണ്ടില്ലേ? വെറുതെ ആണ് ഉടമ്പടിക്ക് ഇത്രയും അടിപൊളി സാക്ഷ്യം കിട്ടണത്. അത് സത്യസന്ധമായ ദൈവികമായ പദ്ധതിയാണത്. അതിനകത്ത് ബുദ്ധിയും ബോധത്തോടു കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞേക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ ദാവീദില്ലേ, ദാവീദിന്റെ അടുത്ത് ഗോലിയത്ത് വരണില്ലേ, അയാൾ ഉടമ്പടി വചനമാണ് പറയണത്. ആ സമയത്ത് എന്താ ഗോലിയത്തെ കാണുമ്പോൾ എന്താ പറയണത്? ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ തനിക്ക് എല്ലാവരും തോറ്റുപോയി. ദാവീദിന്റെ ചേട്ടന്മാർക്ക് ലീവ് എടുത്ത് വീട്ടിൽ പോയി. ജസ്റ്റ് വലിയ അഭിമാനം കണ്ടിരുന്ന ആൾക്കാരാണ് ദാവീദിന്റെ ബ്രദേഴ്സ്. അവന്മാർ നല്ല നീല കണ്ണന്മാരും സ്വർണ്ണ മുടിയുള്ളവരും ദാവീദിനേക്കാളും സൗന്ദര്യമുള്ളവരും നല്ല പവറുള്ളവരും യുദ്ധ നൈപുണ്യമുള്ളവരുമാണ്. അപ്പോൾ ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ ലീവ് എടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കുറേ പേര് പോയി. അപ്പോഴേ എല്ലാ ഇസ്രായേൽ തോക്കും. ദൈവജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആൾ വരണ കണ്ടില്ലേ? എന്താ, ഒരു കവണിയൊക്കെ എടുത്തിട്ട് വരും. ഗോലിയാത്തെ കാണുമ്പോൾ ദാവീദ് ഉടമ്പടി വചനം പറയും. 1 സാമുവേൽ 17:45. ദാവീദ് ഗോലിയാത്തിനോട് പ്രതിവചിച്ചു, വാളും കുന്തവും നീ വാളും കുന്തവുമായി ചാട്ടുളിയുമായി. അപ്പൊ മെരിറ്റാണ് അത് പറയണത്. മെരിറ്റ്. നീ വാളും കുന്തവും ചാട്ടുളിയും ആയുധങ്ങളായിട്ട് വരും. അതാണ് നിന്റെ മെരിറ്റ്. നീ എന്നെ നേരിടാൻ വരുന്നു. നീ എന്നെ നേരിടും. മെരിറ്റ് കൊണ്ടാണ് നീ എന്നെ നേരിടുന്നത്. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. അതാണ് നോട്ട് ബൈ മെരിറ്റ്. നീ മെരിറ്റോടുകൂടി വരുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിൻ്റെ മെരിറ്റ് കണ്ടിട്ട് പകക്കണില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കമ്പനിയിലോട്ട് പോണത്. ഞാനവിടെ ചെല്ലുമ്പോൾ ആ കമ്പനിയിൽ തന്നെയുള്ള 12 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ് പ്രൊമോഷന് വേണ്ടി എൻ്റെ ഒപ്പം മത്സരിക്കണമെന്ന്. അപ്പോഴെന്താണ് അവർ ചെയ്യണത്? ഉടമ്പടി കാശുരെടുത്ത് മുത്തും, അമ്മേ നീ ഉണ്ടാകണമെന്ന് പറയുമെന്ന്. എന്നിട്ട് എന്ത് പറ്റി? ആ 12 കൊല്ലം ആ കമ്പനി എക്സ്പീരിയൻസ് ഉള്ളവർ പ്രൊമോഷന് വേണ്ടി മത്സരിക്കുന്നതിൻ്റെ കൂടെയാണ് മത്സരിക്കുന്നത്. ഗോലിയാത്തിന് കൂടെ മത്സരിക്കുന്നത് ദാവീദിൻ്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശുര് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാ സംഭവിക്കണം? നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം. അവരെ ആ ഒറ്റ ഇൻ്റർവ്യൂവിൽ അയാളെ തന്നെ എടുത്ത് ആ കമ്പനിയുടെ ഉന്നതങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും. അടിപൊളി സാക്ഷ്യമല്ലേ? എന്താണ്? നീ വാളും പരിചയവും ചാട്ടുളിയുമായിട്ട് വരുന്നു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതിനകത്ത് കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഇവർ അച്ഛൻ സ്വന്തം ഭർത്താവിന് അന്ത്യകുദാശം നൽകി പിരിയുമ്പോൾ ബന്ധുക്കൾ ഇവിടെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവൾ വേങ്ങലടിച്ച് അവിടെ കൂടെ കരയേണ്ടതാണ്. ശരിക്കും പറഞ്ഞു എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് കരയേണ്ടതാണ്. ഇവിടെ കരയാത്തതിൻ്റെ കാരണം ഇവിടെ വിശ്വാസം, പ്രത്യാശ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യാശ എന്താണ് നമുക്ക് നൽകണത്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ എപ്പോഴാണ് നമ്മൾ നിരാശരാക്കാത്തത്? നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് റോമർ 5:5. ശ്രുതികട ഹല്ലേലൂയ. 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്ന് പറഞ്ഞ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് വിഷയം. അതായത് ഉടമ്പടി എടുക്കുമ്പോഴേ ജിൻസിക്ക് ഇതിന് ഇനിയുള്ള എല്ലാ അതിജീവനങ്ങൾക്കും ആവശ്യമായ ആത്മാഭിഷേകം കിട്ടിയിട്ടുണ്ടാണ്, പരിശുദ്ധാത്മാവിനെ. അത് വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. അതായത് എല്ലാവരും അന്തികുദാശം നൽകിയിട്ട് സ്വന്തം ഭർത്താവിന് അന്തികുദാശം നൽകിക്കൊണ്ട് അച്ഛൻ പിരിയുമ്പോൾ ബന്ധുക്കളെല്ലാം ഇവിടെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവളിങ്ങനെ വളരെ നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുന്നത് പ്രത്യാശ കൊണ്ടാണ്. എന്താ കാര്യം? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഇത് അവസാന വാക്കല്ല, ദൈവത്തിൻ്റെതാണ് അവസാന വാക്ക്. ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം ദൈവം പ്രവർത്തിക്കുമെന്ന് ഇവിടെ പ്രത്യാശിക്കുന്നു. അവിടെ എന്തുകൊണ്ടാണ് പ്രത്യാശിക്കണമെന്നാണ് വചനം പറയുന്നത്. എന്താണ്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എന്താ കാര്യം? അപ്പോൾ അത് ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും നമ്മൾ വ്യത്യാസം കണ്ട. എടുക്കാത്തവർ കെട്ടിപ്പിടിച്ച് കരയുന്നു,
ഉടമ്പെടുത്തവർ അവർക്ക് എന്താ കിട്ടിയിരിക്കേണ്ടത്? പ്രത്യാശ കിട്ടിയിരിക്കുകയാണ്. എന്താണ്? അവൾ പരിശുദ്ധാത്മ പറയും, നീ വിഷമിക്കേണ്ട, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിൻ്റെ ഭർത്താവിലെ നിനക്ക് ടെസ്റ്റ് തന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ ദൈവം ഈ വിഷയം ഏറ്റെടുത്താണ്, നിൻ്റെ ഭർത്താവിന് ജീവനോട് നിനക്ക് തരും എന്നുള്ള ഒരു മുന്നറിവ് പ്രത്യാശ ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രത്യാശ വന്ന എന്താ ഗുണം? നമുക്ക് നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ആൾക്കാർ പറയും നിരാശ ഉണ്ടാകാതിരിക്കുക എന്ത് ചെയ്യണം? ആശ ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന്. പണ്ട് ബുദ്ധനൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ആശ ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന്. പക്ഷേ ബൈബിൾ അതിനെ ഈ അണ്ടേ കൊണ്ടേ വളം വെക്കത്തില്ല, ഡയറക്റ്റ് റൂട്ടിലെ വളം വെക്കത്തുള്ളൂ. ബൈബിൾ എന്താ പറയണത്? പ്രത്യാശ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിനക്ക് നിരാശ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് നിനക്ക് നിരാശ ഉണ്ടാകാത്തത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിനക്ക് അറിവ് നൽകും. അതാണ് വിഷയം. എന്താണ്? ഈ ഉടമ്പടിയോടുകൂടി നീ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിനും കമ്മ്യൂണിക്കേഷനിലാകും നീ ദൈവമായിട്ട്. അപ്പോൾ ഒരു ആന്തരികമായ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആന്തരികമായ ഉറപ്പ് ലഭിക്കും. ഇപ്പോൾ എല്ലാവരും കിടന്ന് വിഷമിക്കുമ്പോഴും ചില സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒത്തിരി കല്യാണ മന്ദിരം അവളെ ഒന്നിനും കെട്ടണില്ല, ഒന്നിനും സമ്മതിക്കണില്ല അവൾ. അപ്പനും അല്ലേ അവളെ ഏറ്റവും അടുത്തറിയാവുന്നത് അവളുടെ ആങ്ങളൊക്കെ ആയിരിക്കും. ആങ്ങളക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരിക്കും. വന്ന് ചോദിക്കും, എടി നീ ഇങ്ങനെ നിൽക്കണത് എന്താ? നിനക്ക് വല്ല ഉറപ്പം കിട്ടിയിട്ടുണ്ടാന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കല്ലേ അറിയാൻ പാടില്ല ഉറപ്പ് കിട്ടിയിട്ടുണ്ടാകുന്നത്. ഇതൊരു മറ്റു മനുഷ്യരോട് പറയാൻ പാടില്ലാത്തൊരു ഉറപ്പാണ് ദൈവവും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഉറപ്പുകൾ. അതെപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവികമായ ആന്തരികമായ ഉറപ്പ് ഇവക്കുണ്ടേ. എന്താണത്? ഇത് അവസാനമല്ല, ദൈവം ഇടപെടുമെന്ന്. ആ ഉറപ്പ് പക്ഷേ ഉടമ്പടി എടുക്കാത്തവർക്കില്ല. ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് നിങ്ങൾക്ക് സംഭവിക്കണം നിങ്ങൾ അറിയണം. നിങ്ങളിങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ അപേക്ഷക്കത്ത് എഴുതിക്കൊണ്ടു നിൻ്റെ അടുത്ത് കെട്ടിത്തത്തിച്ച് പോണ പോലെ അങ്ങനെ ഈസിയായിട്ട് പോണവരെ പോകും. അവർക്ക് അത് മനസ്സിലാകത്തില്ല. പക്ഷേ ഇത് ഉടമ്പടി വളരെ കാമ്പെക്കൊണ്ട് ശ്രദ്ധയോടെ ക്ലാസ്സെല്ലാം കേട്ട് താൻ എന്തിനാണ് ഉടമ്പടി എടുക്കണതെന്ന് എന്ന് ഒക്കെ നല്ല നിശ്ചയത്തോടെ ഉടമ്പടി എടുക്കുന്നവർക്ക് അവരുടെ അറിവിന് ആനുപാതികമായ ഒരു അനുഭവം ഉണ്ടാകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അറിവുണ്ടാകണം. അറിവെന്ന് പറഞ്ഞാൽ എന്തുമാത്രം അറിവാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 10-38 കൊല്ലമായി ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഈ വിഷയത്തിൽ പുതിയ കാര്യങ്ങളാണ് കർത്താവ് പറയണത്. അപ്പോൾ അറിവ് എവിടെ ചെന്ന് എത്തുമെന്ന് ഒരു പിടിയുമില്ല. നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും ABCD തന്നെ ആയിരിക്കും ചിലപ്പോൾ ആധ്യാത്മികതയുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അറിവാണ് നമുക്ക് എന്ത് തരണത്? അനുഭവം തരണത്. അപ്പോൾ അനുഭവത്തിൻ്റെ അകത്ത് മൈനർ എക്സ്പീരിയൻസ് ഉണ്ട്, മേജർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ മൈനർ എക്സ്പീരിയൻസിന് മൈനറായിട്ടുള്ള അറിവൊക്കെ മതി, മേജർ എക്സ്പീരിയൻസിന് മേജർ ആയിട്ടുള്ള വിസ്ഡം വേണം. ഇതാണ് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ ഈശോ പറയത്തില്ലേ? ഈശോ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 5:4 സംസാരിച്ചു തീർന്നപ്പോൾ ഈശോ പ്രസംഗിക്കായിരുന്നു അവരോട് കടൽത്തീരത്തിൽ വെച്ച്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഇത് വാസ്തവത്തിൽ ഞാൻ ഒരിക്കലും ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ, ഇപ്പോഴല്ല, ഇപ്പം ഞാൻ ഇത് ഓർത്തുകൊണ്ടിങ്ങനെ പറയാം. അതായത് ഈശോ ഈ നമുക്ക് കടലിലത്തെ, ഞാൻ കുറേ നാൾ കടലോരത്തും കടലിലും ഒക്കെ ആയിട്ട് വിശേഷ വില ചെയ്താണ്. എപ്പോഴും വെള്ളം പിഞ്ചിരിക്കാൻ പോവുകയും പിന്നെ വർഷമാകുമ്പോൾ എല്ലാ വെള്ളങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ കുമ്പസാരിപ്പിക്കുകയും വള്ളത്തേക്ക് കടലിൽ ചെറുവള്ളങ്ങളിൽ പോയിട്ട് വലിയ വള്ളങ്ങളിൽ കയറിയും ബോട്ടുകളിൽ പോയി അവരെ വെഞ്ചരിക്കുകയും കത്തോലിക്കരെ കുമ്പസാരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഉണ്ട്. 10 കൊല്ലം ചെയ്തതാണ്. അപ്പോഴൊക്കെ നമ്മൾ കടത്തീരത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബീച്ചുകാരൊക്കെ ഉണ്ടാവും കടലോരത്ത്, കടലിൽ വീശണം. അവർക്ക് വല്ല കൂരി പോലെയൊക്കെ ഉള്ള മീനൊക്കെ കിട്ടും. അവർക്ക് കണമ്പ്, മാലാൻ, അങ്ങനെയൊക്കെ ചെറിയ മീനൊക്കെ കടത്തീരത്ത് കൂടി പോണ മീനുണ്ട്. പക്ഷെ നമ്മൾ ഈ ലോ പ്രഷറിലുള്ളതാണ്. നങ്ക്, ഇതുപോലെ തന്നെ ചെമ്മീൻ, ഇതൊക്കെ ലോ പ്രഷറിൽ വർക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഒരു തീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോഴ് ഈ ആൾക്കാരൊക്കെ തെർമോക്കോൾ പോലൊക്കെ ഒരു വള്ളമൊക്കെ ഉണ്ടാക്കി അതിൽ തുഴഞ്ഞ് ഒറ്റക്ക് പോയി. ഇപ്പോൾ ആൾക്കാർ ഒരാൾ മതി അതിൻ്റെ അടുത്ത് പോകാൻ. ഇപ്പോൾ ആ മേഖലയിൽ നിന്നെല്ലാം ആൾക്കാരെല്ലാം പഠിച്ച് വേറെ തൊഴിലിന് പോവുകയാണ്. ഇനിയിപ്പോൾ ആ മേഖലയിൽ നാളെ ഹൈടെക് വരും. ഇപ്പോഴും നമ്മൾ ജപ്പാനിലൊക്കെ കാണുന്ന പോലെ ഡ്രോണൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ജപ്പാനിലൊക്കെ വല ഇറക്കണത്. വലയും കൊണ്ട് ഡ്രോൺ പോയിക്കൊള്ളും. ഡ്രോൺ തന്നെ കടലിൽ വല കിട്ടിയിട്ട് തിരിച്ചു വരുന്നുള്ളൂ. എന്നിട്ട് ചെറിയൊരു ബീഞ്ച് പോലെ സാധനം വെച്ചിട്ട് തനത്താൻ വലിക്കും. ഒരാൾക്കാരെ കടലിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ കാലങ്ങൾ അങ്ങോട്ട് മാറുകയാണ്. നാളെ നനഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല, അപകടമില്ല, എല്ലാം. പക്ഷേ ആഴങ്ങളിലേക്ക് നിൽക്കാനൊന്നും അവർക്ക് പറ്റത്തില്ല.
ആഴങ്ങളിലേക്ക് നിൽക്കണമെങ്കിൽ തിരുത, അറക്ക പോലെയുള്ള വലിയ വലിയ മീനുകൾ ഹൈ പ്രഷറിൽ താമസിക്കുന്നതാണ്, നല്ല ആഴങ്ങളിലേക്ക്. ഈ അനുഭവത്തിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പനി മാറുക, നെഞ്ചുവേദന മാറുക, വേർപ്പ് മാറുക, അങ്ങനെയുള്ള കൊച്ചു മീനുകളെ പിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ലോ ഫെയ്ത്ത് മതി, ചെറിയ ഫെയ്ത്ത് മതി, ചെറിയ വിശ്വാസം കൊണ്ടൊക്കെ നടക്കും. പക്ഷേ ഒരു സീരിയസ് അഗ്നി പരീക്ഷ വന്നു കഴിഞ്ഞാൽ അത് വലിയ മീനാണ്. അതിന് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് പോകണം. എന്താ കാര്യം? ചൊല്ലൽ കൊണ്ട് പറ്റത്തില്ല, പിന്നെന്താണ്? ചെയ്യൽ വേണം. എന്ന് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ ചൊല്ലുന്ന കാര്യത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നു, നമ്മൾ പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ഉടമ്പടിയിലെ കുറേ അധികം, ഇപ്പോൾ ഈ വൈശാഖ് എന്നും പറഞ്ഞ് സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. വൈശാഖിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, വൈശാഖ് പണ്ട് കൃപാസനത്തിൻ്റെ ഒരു ശത്രുവായിരുന്നു. കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ മിത്രങ്ങൾ ആകാൻ പോണവർ ആദ്യം ശത്രുവാകും, പിന്നീട് അവർ മിത്രങ്ങളാകണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരിലൂടെ കൃപാസനത്തെ വളർത്തിയത് മുഴുവനും കൃപാസനത്തിൻ്റെ മിത്രങ്ങളെ പോലെ തന്നെ ശത്രുക്കൾക്കും പ്രാധാന്യം ഉണ്ടായി ഒരു കാലത്ത്. കാര്യം ഇവിടെ ആദ്യം അറ്റാക്ക് ചെയ്തത് യുക്തിവാദികളാണ്. മാസങ്ങളോളം അവർ യോഗം ചേർന്ന് ഈ അടയാളങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർക്കൊക്കെ ഒരു വിശ്വാസം കുറവുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുമല്ലോ. വിശ്വാസം കുറവുള്ളവർക്കും ദൈവത്തെ ചുമ്മാ ഒരു ആഡംബരമായിട്ടും അധികാരത്തിനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അടയാളങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പം അതുപോലെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അതിലൊരാളായിരുന്നു ഈ വൈശാഖ് എന്ന് പറഞ്ഞ ആൾ. ഇത് തട്ടിപ്പാണ്, ഭൂലോക തട്ടിപ്പാണ്, ആനകുനി എന്നൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നൊക്കെ 10, 20, 25, 40 കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വാങ്ങിച്ചൊരു വൈദികനാണ് ഞാൻ ഒരു കാലത്ത്. ഞാൻ കൂളായിട്ടൊക്കെ, എൻ്റെ ജപമാല ഉള്ളിടത്തോളം കാലം ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ജപമാല മാതാവിൻ്റെ നമുക്ക് ഏറ്റവും വലിയ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന, മാതാവിൻ്റെ പ്രാർത്ഥന അല്ലത്, അത് രക്ഷാകര പ്രാർത്ഥന മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് ലോഞ്ച് ചെയ്യണത്. അപ്പോൾ അതിന് ഒരു അഭിഷേകം കിട്ടിയിരിക്കുന്ന കാരണം, ഈ അഭിഷേകം എന്നുകൊണ്ട് എന്താ, എല്ലാത്തിനും ഒരു അഭിഷേകമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ തന്നെ അവളുടെ പേര് ജിൻസി. അച്ഛൻ സ്വന്തം ഭർത്താവിന് അന്ത്യകുദാശം കൊടുത്ത് പോകുമ്പോൾ എല്ലാ ബന്ധുക്കളും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ജിൻസി എന്താ കരയാത്തത്? അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അല്ലാതെ എണ്ണ കൊണ്ടൊന്ന് തലക്കോരി ഒഴിക്കണേനല്ല അഭിഷേകം എന്ന് പറയുന്നത്. അതിന് പറയാം, പക്ഷേ ആന്തരികമായ അഭിഷേകമുണ്ട്. ഈ ബാഹ്യമായ അടയാളങ്ങളൊക്കെ അർത്ഥവത്താകണമെങ്കിലും അനാചാരങ്ങൾ അല്ലാതായിരിക്കണമെങ്കിലും ആന്തരികമായ അത് ഉദ്ദേശിക്കുന്ന സൂചന ആന്തരികമായി നടക്കണം. ആ മനുഷ്യനെ ആന്തരികമായി ആ അഭിഷേകം നടക്കാത്തോളം കാലം എണ്ണയല്ല, പെട്രോൾ ഒഴിക്കണത്, എണ്ണ ഒഴിക്കണതെല്ലാം കണക്കാണ്. ആന്തരികമായ ഒരു അഭിഷേകമുണ്ട് എല്ലാത്തിനും. ദൈവകൃപ പ്രവർത്തിക്കുന്നത് ആന്തരികമാണ്. അതുകൊണ്ടാണ് കൃപയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയണത്? കർത്താവിൻ്റെ കൃപ പറഞ്ഞേ, കർത്താവിന്റെ കൃപ അവൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തലയുടെ കൂടെ ഉണ്ടാകുകയല്ല, കൃപ തലയിലല്ല ഇരിക്കണത്, തലയുടെ മുകളിലും അല്ല ഇരിക്കുന്നത്. ഗലാത്യ 6:18. സഹോദരരെ, പറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപ ആത്മാവിൽ അഭിഷിക്തമാകുന്ന കൃപയുടെ സൂചനയായിട്ടാണ് നമ്മൾ ശിരസ്സിലെ അഭിഷേകം മേടിക്കുന്നത്. അപ്പോൾ ശിരസ്സിലെ അഭിഷേകം ചെയ്തില്ലെങ്കിലും അനുദിന ജീവിതത്തിലെ സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിത പ്രതിസന്ധി അതിജീവിക്കാൻ ആവശ്യമായ ആന്തരികമായ കൃപ അവർക്ക് ലഭിക്കും. അതിനെയാണ് ഇൻട്രിൻസിക് അനോയിൻറ്റിങ് എന്ന് പറയണത്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന തോതനുസരിച്ചാണ് നമുക്കത് ഫീൽ ചെയ്യണത്. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും എല്ലാവർക്കും കരച്ചിൽ, ഭാര്യയ്ക്ക് മാത്രം കരച്ചിലില്ല. കാര്യം എന്താണ്? അവർക്കതിന് ആന്തരിക അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. റോമ 5:5 വെച്ചാണ്. എന്താണ്? കഷ്ടത സഹനശീലവും. പറഞ്ഞേ, കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും. അല്ല, ആത്മധൈര്യമാണ് അവർക്ക് കിട്ടിയിരിക്കണത്. ആത്മധൈര്യം കിട്ടിയിരിക്കുകയാണ്. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറഞ്ഞത്. ആത്മധൈര്യം, പ്രത്യാശയം നമുക്ക് നൽകിയിരിക്കുന്നു. അതെങ്ങനെ നൽകിയിരിക്കുന്നതാണ്? പരിശുദ്ധാത്മാവിനാലാണ്. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. ഈ ആന്തരിക അഭിഷേകവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ ആവശ്യമായ ഇന്റേണൽ ഡിസ്പോസിഷൻ ഉണ്ട്. അതാണ് മാതാവ് സെപ്റ്റംബർ 7 പറഞ്ഞത്. ഡിസ്പോസിഷൻ, പരിശുദ്ധാത്മാവിനെ നിലനിർത്താനുള്ള ആന്തരികമായ ഒരു ഡിസ്പോസിഷൻ. ആ ഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കണത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് എന്ത്? ദൈവസ്നേഹം. ഈ നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ദൈവസ്നേഹം.
അപ്പൊ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള് ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഈ ജിൻസി എന്ന് പറയുന്ന സഹോദരിക്ക് ഈ സംഭവങ്ങൾ ഇപ്പൊ എല്ലാം കിട്ടിയ പോലെയാണ് അല്ലേ? എന്തൊക്കെയാണുള്ളത്? ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണുള്ളത്? സ്നേഹം, ആനന്ദം. അപ്പൊ ഇതെല്ലാം ഈ ആന്തരികമായ ആനന്ദത്തിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. സ്നേഹം, ആനന്ദം, പിന്നെന്താണ്? സമാധാനം, ക്ഷമ, ദയ, നന്മ. ഇത് ഈ സമാധാനം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ സ്നേഹം പ്ലസ് ക്ഷമയാണ് ഈക്വൽ ടു സമാധാനമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പിന്നെന്താ? ക്ഷമ കൂടുമ്പോഴാണ് അതായത് സമാധാനം എന്ന് പറയുന്നത്. സമാധാനം ഉണ്ടാകുന്നത്. ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. അപ്പം സ്നേഹവും പിന്നെ അതിൻ്റെ സർപ്ലസായി വരുന്ന സഹിക്കുന്ന സ്നേഹവും കൂടി വരുമ്പോഴാണ് നമ്മൾ സമാധാനം വരുന്നത്. പിന്നെ സമാധാനം കഴിഞ്ഞ് എന്താ പറയണത്? ക്ഷമ, ദയ. കാരണം നമുക്ക് മറ്റുള്ളവർക്ക് ആ സ്നേഹം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കണതിനാണ് ദയ എന്ന് പറയുന്നത്. നന്മ. അത് ഏത് കാലാവസ്ഥയിലും നന്മയായിട്ടുള്ള ചെയ്യാനുള്ള ബേസിക് ഗുഡ്നെസ് ആണത്. വിശ്വസ്തത എന്ന് വെച്ചാൽ വചനത്തോടും ദൈവവചനത്തോടുമുള്ള ഒരു മനുഷ്യന്റെ കൂറ് വിശ്വസ്തത. സൗമ്യതയിലും ഈ സഹിക്കുന്ന സ്നേഹവും ക്ഷമയും കൂടിയാണ്, പ്രത്യാശയും കൂടി കലർത്താണ് ഈ സൗമ്യത ഉണ്ടാകുന്നത്. സൗമ്യത ശരിയാകും. ഭർത്താവ് 4 കാലം വീണ് കുടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ മോന്തക്ക് 2 കാച്ച് കാച്ചിയാലും ഈ ഭാര്യ ചില ആന്തരികമായ അഭിഷേകം കിട്ടിയ ഭാര്യമാർ പ്രാർത്ഥനയോടെ നിൽക്കും. എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യനെ കർത്താവ് തൊടും എന്നാണ് പറയണത്. തൊടും, അതാണ് സൗമ്യത. അപ്പോൾ അവൾക്ക് ഇതുപോലെയുള്ള എടുത്ത് കയറ്റമൊന്നുമില്ല, വെയിറ്റ് ചെയ്യാണ്. അതായത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എന്താ കാര്യം? നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധ. ഇതുകൊണ്ടാണ് നിങ്ങൾ വചനം വായിക്കണമെന്ന് പറഞ്ഞത്. ഉടമ്പടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിയോഗങ്ങൾ എഴുതി കെട്ടിത്തന്നല്ല പ്രശ്നം. അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വചനങ്ങളുണ്ട്. അത് വരണത് വ്യാഖ്യാനങ്ങളാണ് വരണത്. ഉടമ്പടി ധ്യാനം കുടുംബം മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലായില്ലെങ്കിൽ പഴയ ലോകത്താനായിട്ട് തന്നെ ജീവിക്കും. അത് ഒരു വശമായിട്ട് പോകും. വീട്ടിൽ നിങ്ങൾ പഴയ ആൾക്കാർ തന്നെ ജീവിക്കും. അങ്ങനെ അത് ജീവിക്കാതിരിക്കാനാണ് നിങ്ങളോട് പറയണത്. എന്താണ്? നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണം. പിന്നെ എന്താ ചെയ്യണത്? അരമണിക്കൂർ വെച്ച് വചനം വായിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാനും മുടങ്ങാതെ വചനം വായിക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണം. ആരാധനയിലൂടെ വചനത്തോടുള്ള ദാഹം ഞങ്ങളിൽ ഉണർത്തണമേ, ആത്മാഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. ഈ ജിൻസി എന്ന് പറയുന്ന സഹോദരിയെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ അലക്സിന്റെ ഈ അന്ത്യകുദാശ കൊടുത്തെന്ന് പറഞ്ഞ അലക്സിനെ ജിൻസിയുടെ ആ ഉള്ളിലുണ്ടായിരുന്ന ദൈവം കൊടുത്ത വെളിപാട് പോലെ തന്നെ അവിടുന്ന് പൂർണ്ണമായി സുഖപ്പെടുത്തി നടത്തിക്കൊണ്ടാണ് അവൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ആ സാക്ഷി അവസാനിക്കണം അങ്ങനെയാണ്. ഇത് അതായത് നിങ്ങൾ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ എന്താണ് ജിൻസിയുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജിൻസി മൈനർ മിറക്കിളിൽ നിന്ന് മേജർ മിറക്കിളിലേക്ക് ചേഞ്ച് ചെയ്ത്. മനസ്സിലായില്ല? അറിവ് എന്താ പറയണത്? അറിവ് നമുക്കെന്ത് തരുന്നു? അനുഭവം തരുന്നു. ഈ അനുഭവത്തിൽ തന്നെ എന്തൊക്കെയാണ് ഉള്ളത്? മൈനർ എക്സ്പീരിയൻസ് ഉണ്ട്, മേജർ എക്സ്പീരിയൻസ് ഉണ്ട്. ചില ആൾക്കാരൊക്കെ ഈ മൈനർ എക്സ്പീരിയൻസ് മാത്രം കിട്ടി മൂക്കിലെ പനിമാർ മുട്ടയെ പനിമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. അവരുടെ ജീവിതത്തിൽ മൈനർ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അവർക്ക്. എന്താ കാര്യം? അവിടെ അറിവ് മൈനറാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വൻമീനുകളെ പിടിക്കാൻ, കൃപയുടെ വൻമീനുകളെ പിടിക്കണം. എന്നിട്ട് കുറച്ച് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നീങ്ങണം. ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപന ലക്ഷ്യം എന്താ? ഉടമ്പടി നിങ്ങളെ ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നീക്കുന്നു. അതപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ജിൻസിയെ സംബന്ധിച്ചുള്ള എന്താ സംഭവിക്കുന്നത്? ഭർത്താവിനെയും കിട്ടി, അവൾ ആധ്യാത്മികമായി വളരുകയും ചെയ്തു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് നൽകുന്ന ശോധനകളിലെ ശംഖ് പതറിപ്പോകാതെ നിശബ്ദതയോടെ പ്രത്യാശയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ദൈവസ്നേഹത്തോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ അനുഭവത്താൽ എന്താ? അനുഭവം എന്തിനാ? സാക്ഷ്യം പറയാനാണോ? അല്ല. അറിവ് നമുക്ക് അറിവ് നമുക്ക് എന്ത് ചെയ്യും? അനുഭവം തരും. അനുഭവം നമുക്ക് എന്താ തരണത്? ബോധ്യം. ഇപ്പം ജിൻസിക്ക് എന്താ കിട്ടിയിരിക്കണത്? ബോധ്യം. എന്താണ്? ഈ കാലം കഴിഞ്ഞു പോകും, എന്ത് സങ്കടം വന്നാലും ഞാൻ ഉടമ്പടി എടുത്ത അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തെ ഞാൻ എന്ത് ക്രൈസിസ് ആയാലും കാഷ്വാലിറ്റി ആയാലും എനിക്കിനി അതിജീവിക്കാൻ കഴിയും. കാരണം എന്താണ്? ഞാൻ ഉടമ്പടിയിലാണ്.
പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, കർത്താവായ ദൈവമേ, ഇത്തരം ആന്തരിക അവബോധത്തിലേക്ക്, ഇത്തരം ആന്തരിക ആത്മീയ അവബോധത്തിലേക്ക്, ബോധ്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അപ്പം ഓരോ സാക്ഷ്യവും, ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോട് പറയുവേ, കൃപാസനം എന്ന് പറയുന്നത് സാക്ഷ്യമാണ്. എന്താ കാര്യം? സാക്ഷ്യം എന്ന് പറയുന്നത് ബോധ്യമാണ്. അപ്പോൾ ബോധ്യം ആൾക്കാർക്ക് എന്താണ് നൽകണത്? ബോധ്യമാണ് നൽകണത്. ബോധ്യം ഇപ്പോൾ അറിവ് അനുഭവം നൽകുന്നു, അനുഭവം നൽകും, ബോധ്യം നൽകും. ഇപ്പോൾ ജിൻസിക്ക് ഒരു ബോധ്യം കിട്ടിയില്ലേ? ഈ ബോധ്യം പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന വൈശാഖിനില്ലായിരുന്നു. വൈശാഖ് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന കൃപാസനത്തെക്കുറിച്ച് മോശം വീഡിയോ ആര് പറഞ്ഞാൽ അത് നോക്കും, എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. അന്ന് കൃപാസനത്തെക്കുറിച്ച് അതിന് ബോധ്യമില്ലായിരുന്നോ? അപ്പോൾ അദ്ദേഹം അന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് പിന്നെ അതുകൊണ്ട് അയാൾ പറയും ഞാൻ അഹങ്കാരിയായിപ്പോയി എന്നാണ് പറഞ്ഞത്. വൈശാഖ് പറയുന്ന ഒരു വിഷയമുണ്ട്, അതായത് എപ്പോഴും കുഴപ്പമില്ലാത്ത ഒരു ജോലി എനിക്കുണ്ട്, അതായിരുന്നു എൻ്റെ അഹങ്കാരമെന്ന്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. നമ്മൾക്കുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കണ്ടൻറ്റഡ് ആയിരിക്കും, പിന്നെ അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ല. അഹങ്കാരത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ദൈവത്തിൻ്റെ സ്പേസ് അത് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മുറി മുഴുവനും മേശം കസേരമാണെങ്കിൽ നമുക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റുമോ? അതുപോലെയാണ് ഈ സംഭവം. നമ്മൾ തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് മുഴുവനും. അപ്പോൾ ദൈവത്തിന് അതിൻ്റെ അകത്ത് പ്രവേശനമില്ല. അതാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഈ വൈശാഖിൻ്റെ ഭാര്യയുണ്ട് അന്ന, അവർ മിക്സഡ് മാരേജാണ്. അന്ന വൈശാഖിന് രണ്ടുപേരും ദുബൈയിലാണ്. അന്ന വൈശാഖിനോട് പറയും, ഇച്ചയ തൊണ്ടയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, പൊടി എന്ന് പറയാം. ഈ അന്ന പറഞ്ഞാണ് ഇച്ചയ തൊണ്ടയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നത്, തടയി നോക്കി പറയും, എടി പൊടി എന്ന് പറഞ്ഞ് ഇവളെ ഓടിച്ചിടും, സമ്മതിക്കത്തില്ല. അപ്പോൾ അത് പുള്ളിക്കാരൻ പറയും, അത് പുള്ളി നല്ല ഈ ജിംനേഷ്യനാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്. അപ്പോൾ പറയും എൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണത്, അല്ല കഥയൊന്നുമില്ലെന്ന് പറയും. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ അന്ന പറയും, അച്ഛാ തൊണ്ടയ്ക്ക് എന്ത് കുഴപ്പമുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ പിന്നെ ഇവരോട് ഭയങ്കര സ്നേഹമായത് കാരണം എന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് പറയും. എന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിക്ചർ ആപ്പടെ മാറും. എന്താ കാര്യം? ഇത് തൈറോയിഡ് ക്യാൻസറാണ് സംഭവം. തൈറോയിഡ് ക്യാൻസർ ആകുമ്പോൾ പിന്നെ അവരെ ദുബായിൽ വേണ്ടത്ര മെഡിക്കേഷൻ ഇല്ല. അവളെ നേഴ്സാണ്, അവളവിടെ നിൽക്കും. എന്നിട്ട് ഈ ആളെ നാട്ടിലേക്ക് പറഞ്ഞു വിടും. ഓക്കെ, 1 സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ മാറുന്നു. കണ്ടില്ലേ? 1 സെക്കൻഡ് കൊണ്ട് കാര്യം മാറും. എല്ലാം ഓക്കെ ആയിരുന്നൊരു കുടുംബത്തിലാണ് പെട്ടെന്ന് കാലാവസ്ഥ മാറണം. കണ്ട, വൈശാഖ് നാട്ടിലും അന്ന ദുബൈയിലുമാണ്. പിന്നെ എന്താ ചെയ്യണത്? അപ്പോൾ ഇതൊരു ഓപ്പറേഷനിലേക്കാണ് പോണത്. നാട്ടിൽ വന്നും അത് സ്കാൻ ചെയ്തെടുത്ത് നോക്കിയപ്പോഴും അത് തൈറോയിഡിൽ ക്യാൻസർ തന്നെയാണ്. അതോടുകൂടി ഈ മനുഷ്യൻ അസ്തമിക്കാൻ തുടങ്ങും. അല്ലാത്ത രീതിയിൽ വിഷമവും വേദനയും കാലാവസ്ഥ മുഴ അങ്ങനെ വലുതാകാൻ തുടങ്ങും. അതോടുകൂടി തൻ്റെ കയ്യിൽ നിന്ന് ജീവിതം വിട്ടുപോകണമെന്ന് കണ്ടപ്പോൾ പിന്നെ എന്താണ്, താൻ പണ്ട് ട്രോള് വായിച്ച് കമൻറ്റ് ചെയ്ത ആ സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ തിരിച്ചു വരും. ആൾ തിരിച്ചു വന്ന് കണ്ടില്ലേ? കാര്യം അവസാനത്തെ അഭയം. അപ്പോൾ എനിക്ക് മനസ്സിലായി, കൃപാസനത്തിൽ വരാം. പണ്ട് ഭാര്യയുമായിട്ട് ഒന്ന് വന്നതാണ്. അന്ന് ഭാര്യനെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ വൈശാഖ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നോക്കും, എന്തെല്ലാം തരത്തിലുള്ള ആൾക്കാരുടെ വരുന്നത്. ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ കുറേ കാശ് അച്ഛൻ ഉണ്ടാക്കുന്നുണ്ടല്ല. ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവിടെ നിന്നത്. ഇതെല്ലാം ചിന്തിച്ചിട്ടാണ്. നമുക്കറിയാമല്ലേ, കൃപാസനത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാതാവിൻ്റെ നാളെ കാലങ്ങളിലുള്ള തീർത്ഥാടനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി എല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്ത കണ്ടില്ലേ? ദേവാലയത്തിൽ വന്നിട്ടും ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഭൗതിക ചിന്തയാണ് വരണത്, ആധ്യാത്മിക ചിന്തയല്ല. ഈ കുരങ്ങനെ കൊണ്ട് ചൂട് പായസം കുഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഭാര്യനെ കൂടെ ഉടമ്പടി എടുത്തിട്ട് ഭർത്താവ് രോഗകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ തട്ടിപ്പായിരിക്കും അതിന്, അതൊക്കെയാണ് പുള്ളി ചിന്തിക്കണത്. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞ് പോയതിന് ശേഷമാണ് പിന്നീട് പുള്ളിക്കാരന് ഈ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകണത്. അതോടുകൂടി പുള്ളി വല്ലാത്തൊരവസ്ഥയിലാവും. അതിനുശേഷം 2 പേരും അങ്ങനെ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ വൈശാഖ് പറയണത്, എനിക്ക് ലൈഫ് തരണമെങ്കിൽ, തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുമെന്നാണ്. എന്ന് ഉടമ്പടി തുടരും. അതായത് എതിർത്ത് നിൽക്കുന്നവരെ ദൈവാനുഭവം പ്രാപിച്ചാൽ അവർക്ക് കിട്ടുന്ന ബോധ്യം എന്ന് പറയണത് വല്ലാത്ത ബോധ്യമായിരിക്കും. ഇത് അമ്മയുമായിട്ട് ഇയാൾ ഒരു ഡിസ്കഷനിൽ, അമ്മ എനിക്കൊരു ലൈഫ് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ പിന്നെ നിത്യമായിട്ട് ഉടമ്പടി ജീവിക്കും, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെ ഈ മനുഷ്യൻ എല്ലാം തകർന്ന് ദൈവത്തോട് പറയും. അതുപോലെ തന്നെ പിന്നെ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ,
ഉടമ്പടി ഇങ്ങനെ വെറുതെ ചെയ്യുക മാത്രമല്ല, വൈശാഖിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് കുറേ കാശൊക്കെ ചിലവായല്ലോ, ഓപ്പറേഷനൊക്കെ നടന്ന്, അപ്പോൾ കുറേ കാശ് ചിലവായി. ഇവർ സാമ്പത്തികമായിട്ട് തകർന്നുപോയി. അപ്പോൾ ഇതിൽ നിന്ന് റിലീവ്ഡ് ആകുകയും അതേസമയം തന്നെ സാമ്പത്തികമായിട്ട് ഇയാൾ തകർന്നു പോവുകയും ചെയ്യും. കാര്യം ലക്ഷക്കണക്കിന് രൂപ പോയില്ലേ. ജോലിക്ക് പോയിട്ടും കുറേ നാളായി, ഭാര്യ മാത്രമേ ജോലിക്ക് പോകാനുള്ളൂ, കടം അതിനേക്കാൾ ഇരട്ടിയായി വന്നപ്പോൾ ഒരു ദിവസം ഇയാൾ ദുബായിലെ സ്ട്രീറ്റിലൂടെ വരുമ്പോൾ ഒരു ധർമ്മക്കാരൻ ഇയാളുടെ മേലെ കൈ നീട്ടിയപ്പോൾ എന്നാ പറ്റിയെന്നറിയാമോ? ഇവർ ഭയങ്കര സാമ്പത്തികമായിട്ട് പാപ്പരായ മനുഷ്യരായിപ്പോയി, കുറേ ചിലവൊക്കെ വന്ന് ഒന്നുമില്ലാതായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഈ മനുഷ്യൻ്റെ പോക്കറ്റിൽ ധർമ്മക്കാരനെ കണ്ടപ്പോഴേ ഈ ഉടമ്പടിക്കുള്ളൊരു ഗുണവതാണ്, ഉടമ്പടി നിങ്ങളെ എപ്പോഴും മറ്റുള്ളവരെ കരുതാൻ പറയും. അപ്പം അങ്ങനെ ഉടമ്പടിയുടെ ഒരു കൾച്ചർ ബേസിൽ പുള്ളിക്ക് മറ്റുള്ളവരെ കരുതാനുള്ള ഒരു പ്രത്യേക മോട്ടിവേഷൻ ഉടമ്പടിയിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അപ്പോൾ ഈ ധർമ്മക്കാരൻ ഇയാളുടെ മുമ്പിൽ കൈ നീട്ടിയപ്പോൾ ഇയാൾക്കാണെങ്കിൽ അന്ന് അത്താഴത്തിനും എത്രയോ 2 പേർക്കും ജോലി ഉണ്ടായിരുന്നതാണേ. ഇപ്പോൾ ഈ ഒരു പ്രത്യേകത്തിൽ പൈസ എല്ലാം പോയി. അപ്പോൾ ഇയാൾ ഈ ധർമ്മക്കാരൻ കൈ നീട്ടുമ്പോൾ ഭാര്യയെ വിളിച്ച്, അത് അന്ന് അവളോട് ഭാര്യ വിളിച്ച് ചോദിക്കും, എടി അത്താഴത്തിന് എന്നാണെന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്താഴത്തിനുള്ള കാശാണ് ഈ പോക്കറ്റിൽ കിടക്കണത്, വല്ല ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകണം, അതിൻ്റെ ഉദ്ദേശത്തിലാണ് ഇവിടെ നടന്ന് വരണത്. അപ്പോൾ അതിൻ്റെ അത് 10 ദിർഹംസ് ഉണ്ട്, തട്ടിപ്പിടിച്ച് 220 രൂപ ഇവരുടെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ 220 രൂപ കിടപ്പുണ്ട്. ഭാര്യയെ വിളിച്ച് ചോദിക്കും, എടീ അത്താഴത്തിന് എന്നാന്ന് ചോദിക്കും. അപ്പോൾ പറയും, നിങ്ങൾക്ക് കൊളസ്ട്രോൾ അല്ലേ, നിങ്ങൾ ഡയറ്റിലാണ്, നിങ്ങൾക്ക് ഞാൻ സവാളയും തൈരും അരിഞ്ഞു വെച്ചിട്ടുണ്ട് രാത്രി, അതുപോലെ ഞാൻ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും. എന്നാണ് ചോദിക്കാൻ കാര്യം? അല്ല, ഒരു ധർമ്മക്കാരൻ എൻ്റെ അടുത്ത് നിൽക്കണേ, ആ കൊടുത്തിട്ട് പോരാൻ പറയും. അപ്പോൾ ഉടനെ ഈ മനുഷ്യൻ ഇതിൻ്റെ അകത്തുള്ള 10 ദിർഹംസ് അയക്ക് കൊടുക്കും. എന്നിട്ട് പോയി അയാൾക്ക് സവാളയും മതി, സവാളയും തൈരും മതി രാത്രി. അപ്പോൾ അത് കൊടുക്കാനും തൻ്റെ കയ്യിൽ അത്താഴത്തിനുള്ള വക കൂടി കൊടുക്കാൻ വേണ്ടി അയാൾക്ക് ഒരു ആന്തരികമായ അഭിഷേകം കിട്ടും. ഇതാണ് സംഭവം, പിടിയിട്ടില്ലേ? അപ്പോൾ ഈ 10 ദിർഹംസ് അയാൾക്കെടുത്ത്, ധർമ്മക്കാരൻ അത്രയും പ്രതീക്ഷിച്ചില്ല, വല്ല 2-3 ദിർഹംസ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവൾ കൈ പുകയിലുണ്ടായിരുന്ന 10 ദിർഹംസും കൊടുത്തു. 10 ദിർഹംസ് കൊടുത്തോടു കൂടിയല്ല ഈ ധർമ്മക്കാരൻ കൈ നീട്ടി ഈ മനുഷ്യൻ സന്തോഷത്തോടെ ഈ മനുഷ്യൻ തലയെ കൈവച്ചു. അത് വലിയ സന്തോഷത്തോടെ ഈ മനുഷ്യൻ കൈകൂപ്പി ധർമ്മക്കാരൻ്റെ ആശീർവാദം മേടിച്ച് വീട്ടിൽ വന്ന് സന്തോഷത്തോടെയാണ് ആ മനുഷ്യനത് കൊടുത്തത്. കാര്യം നമ്മൾ കൊടുക്കുമ്പോൾ അളിഞ്ഞ മോന്തമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പത്രം അങ്ങനെ ചെയ്യണവരുണ്ട്. അളിഞ്ഞ മോന്തമായിട്ട് പത്രം കൊടുക്കും, ഇത് കൊടുത്ത് അവസാനിപ്പിക്കണമല്ലോ ആർക്കെങ്കിലും, ഇനി ആർക്കോട്ടെ ഏത് പണ്ടാരത്തിൽ കൊടുക്കാനാണ് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. സന്തോഷത്തോടെ